പട്ടികജാതി വികസനത്തിൻ്റെ പേരിൽ 50 ലക്ഷം രൂപ ചിലവഴിച്ചുണ്ടാക്കിയ ഒരു കെട്ടിടമാണ്. എന്നാൽ ഇവിടെ ഉള്ളവർ പറയുന്നത് ഇവിടെ പട്ടികജാതി വികസനത്തിൻ്റെ ആവശ്യമില്ല, ഇവിടെ കോളനി ഒന്നുമില്ല, ഇവിടെ അങ്ങനെ കോളനി ഉണ്ടാക്കേണ്ട കാര്യവുമില്ല. കാരണം ഇവിടെ താമസിക്കുന്നവരെല്ലാം സ്വന്തമായി ഭൂമിയുള്ള, സ്വന്തമായി അധ്വാനിച്ച കാശ് കൊണ്ട് ഭൂമി വാങ്ങിച്ച് ജീവിക്കുന്നവരാണ്. അവിടെ ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഭൂമി കൊടുത്തിട്ടില്ല, അപ്പോൾ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു കോളനി സ്ഥാപിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ തട്ടി മാറ്റുക, കൈക്കലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. എന്തായാലും സതീശനും ബിജു ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുക. എന്താണ് ഇത്? എത്ര കാലമായി ഇപ്പോൾ ഇവിടെ ഈ പണി തുടങ്ങിയിട്ട്? ശരിക്കും ഇത് 2022 ഞങ്ങൾ വിവരാവകാശം എടുത്തപ്പോൾ ഇതൊരു കോളനിയാക്കിക്കൊണ്ട് പട്ടികജാതിക്കാരുടെ ഒരു 54 പേരുടെ പേര്, പിന്നെ ഞങ്ങളിൽ നിന്ന് ഏതൊരു രേഖയും മാറ്റില്ല. ഞങ്ങൾ പട്ടികജാതിക്കാരാണെന്നോ ഈ പ്രദേശത്ത് താമസക്കാരാണെന്നോ ഏതൊരു രേഖയും ഞങ്ങളിൽ നിന്ന് ഇതുവരെയും വാങ്ങിയിട്ടില്ല. പക്ഷേ ഇവർ 54 പേരുടെ പേര് ഇവർ പിന്നെ പട്ടികജാതി വികസന ഓഫീസിൽ കൊടുത്തുകൊണ്ട് പിന്നെ ഈ ഒരു 50 ലക്ഷം രൂപയുടെ ഒരു പൊതു ഫണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം ഒരു പൊതു ഫണ്ട് അല്ലെങ്കിൽ ഒരു വികസനം വരുന്നതിൽ നമ്മൾ എതിർപ്പില്ല. പക്ഷേ ഇത് ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം പിന്നെ സർക്കാർ തരാത്ത ഭൂമിയെ പട്ടികജാതി കോളനിവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളറിയാതെ, ഞങ്ങളത് ഏതൊരു രേഖയും വാങ്ങാതെ ഈ 50 ലക്ഷം രൂപയ്ക്ക് കൊണ്ട് കോളനിവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതിനു വേണ്ടി ഏതൊരു പ്രൂഫും പഞ്ചായത്തിനോ പട്ടികജാതി വികസന ഓഫീസിലോ നൽകിയിട്ടില്ലാത്തതുമാണ്. അതുകൂടാതെ തന്നെ ഇത് ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊരു 50 ലക്ഷം രൂപയുടെ പദ്ധതിയാണ്. അതിൽ വിവരാവശ്യം ചോദിച്ചപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റി ഹാൾ വൃത്തിയാക്കൽ, പ്ലാസ്റ്റിക് ടാങ്ക് സ്ഥാപിക്കൽ, ഇലക്ട്രിക്കൽ വർക്ക്, കോമ്പൗണ്ട് വാൾ, വാട്ടർ കണക്ഷൻ ഇങ്ങനെ ചേർത്താണ് 50 ലക്ഷം രൂപ കൊടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 260 സ്ക്വയർ ഫീറ്റാണ് ഈ കെട്ടിടത്തിന് നിലവിലുള്ളത്. ഒരു 260 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പട്ടികജാതിക്കാർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വിനിയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, ഒരു പട്ടികജാതിക്കാരെ കോളനി ആക്കണമെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ എന്തെങ്കിലും ഐഡൻറ്റിറ്റി പഞ്ചായത്തോ എന്തെങ്കിലും ഇവർ വാങ്ങിയിട്ടില്ല. ഞാനിതിൽ ഒരു 31ാമത്തെ പേരുകാരനാണ്. എന്നിൽ നിന്നും യാതൊരു റെക്കോർഡുകളോ വാങ്ങിയിട്ടില്ലാത്തതും ഞാൻ കൊടുത്തിട്ടില്ലാത്തതും ഇങ്ങനൊരു കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഇങ്ങനൊരു ആവശ്യത്തിനോ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ലാത്തതുമാണ്. എന്നാൽ എൻ്റെ പേര് ഇതിലൊരു 31ാമത്തെ പേരുകാരനാണ് ഞാൻ. അപ്പം ഞങ്ങൾ പറയുന്നത്, നിലവിൽ ഇവിടെ ഒരു പഞ്ചായത്ത് കിണർ ഉണ്ടായിരുന്നു. ആ പഞ്ചായത്ത് കിണറിന് ശരിക്കും ഇതിൽ ഫണ്ട് അനുവദിച്ചിട്ടുമുണ്ട്. ആ കിണറിന് ഇതിൽ പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി ഹാള് കിണർ വൃത്തിയാക്കൽ. ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് ആ കിണർ കാണാനില്ല, മൂടിക്കഴിഞ്ഞു. എങ്ങനെയാണെന്ന് അറിയാം, ഇതിനകത്ത് കിണറില്ല. രണ്ടാമത്തെ പ്രശ്നം, ഈ കിണർ 10-60 വർഷത്തിന് മുമ്പേ ഉണ്ടായൊരു കിണറാണ്. ഈ കിണറ്റിലേക്ക് ഈ കെട്ടിടത്തിൻ്റെ ബേക്കിൽ കൂടി ഒരു വഴി ഈ കിണറ്റിലേക്ക് വരുന്നതിനുണ്ടായിരുന്നു. ഇപ്പം അത് ആ വ്യക്തിക്ക് ഈ പുറകിലുള്ള വസ്തുവിൻ്റെ വ്യക്തിക്ക് അതടയ്ക്കാനും ഒരു അവസരം ഇവരുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. മൂന്നാമത്, ഇത് പ്ലാസ്റ്റിക്, ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞു പ്ലാസ്റ്റിക് സെപ്റ്റിക് ടാങ്ക് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ മീറ്റർ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് സെപ്റ്റിക് ടാങ്ക് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫോട്ടോയും ഉറ കൊണ്ട് ഇറക്കിൻ്റെയൊക്കെ നമ്മൾ കൈവശമുണ്ട്. ശരിക്കും ഇത് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഈ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗത്തിന് വേണ്ടിയല്ല ഈ കെട്ടിടം നിർമ്മിച്ചത്. ശരിക്കും ഒരു ഫണ്ട് കൊണ്ടുവരിക, അതിനെ ഇവർ അതിൻ്റെ ദുർവിനിയോഗം ചെയ്യുക. ഇതിപ്പം ആര് കണ്ടാലും പറയാം 260 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് എത്ര ഇനി ഇതിലെ വഴിയെ പോകുന്ന കണ്ടാലും അറിയാം ഇതൊരു കമ്മ്യൂണിറ്റി ഹാളായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു കിച്ചണില്ല, ഒരു 5 ടൂ വീലർ വയ്ക്കാനുള്ള സൗകര്യമില്ല. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലോ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുമായിട്ടോ ബന്ധപ്പെട്ടിരുന്നോ? ഞങ്ങൾ പരാതി കൊടുക്കാത്ത സ്ഥലമില്ല. ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി വരെ പോയതാണ്. എന്താണ് നിങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ്? അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പഞ്ചായത്ത് കൊടുത്തിരിക്കുന്നതാണ് ശരി. ഈ ഒരു രേഖയും കൊടുക്കാത്ത ഞാൻ ഉൾപ്പെടുന്ന 54 പേര് കൂടി ആലോചന യോഗത്തിലാണ് ഇത് തീരുമാനിച്ചതെന്ന് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്. കാരണം ഞങ്ങൾ ഈ ഇവിടെ താമസിക്കുന്ന കംപ്ലീറ്റ് ആളുകൾ ഒപ്പിട്ട് MLAക്ക് കൊടുത്തിട്ടുണ്ട്, പട്ടികജാതി വികസന ഓഫീസിൽ കൊടുക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. അതൊന്നും അവരാരും അംഗീകരിച്ചിട്ടുമില്ല, കോടതി വരെ അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഇതിന് ട്രിബ്യൂണലിൽ കേസ് കൊടുത്തു. അവർ വന്ന് ഇത് എല്ലാം ഈ സ്റ്റേയും ഓർഡറും കിട്ടിയതാണ്. അവർ പോലും അതിനെ സ്റ്റേ വിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. നമ്മളിത് കേസുമായിട്ട് ബന്ധപ്പെട്ട്
ഹൈക്കോടതിയിലൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കുന്നില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന്, പിന്നെ ഒരു ചാനലിൽ ഈ വാർത്ത കൊടുക്കാൻ പോലും ചാനലുകാർ പോലും തയ്യാറായിട്ടില്ല. എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു സമൂഹം പേടിച്ച് നിൽക്കുന്നതിനിടയിൽ ഒരു സാധാരണക്കാരൻ ഇതുപോലെ നടക്കുന്ന ഒരു അഴിമതിക്കെതിരെ എങ്ങനെ പ്രതികരിക്കും? ആരുടെ പിൻബലത്തിൽ പ്രതികരിക്കും? കോടതി നമുക്ക് സപ്പോർട്ടില്ല, പോലീസിൻ്റെ സപ്പോർട്ടില്ല. എപ്പോഴും ഇവിടെ എന്തെങ്കിലും ഈ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നമ്മളൊരു പ്രതിഷേധ സമരം നടത്തിയപ്പോൾ നെടുമങ്ങാട് പോലീസും ഈ മേഖലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസുകാർ വരെ വന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള ശ്രമം വരെ ഇവിടെ ഉണ്ടായി. അപ്പം നമ്മുടെ ആവശ്യമെന്ന് വെച്ചാൽ ഇതൊരു പട്ടികജാതി കോളനിയല്ല. അവരവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമി എന്തിനാണ് അവർ കോളനിയാക്കുന്നത്? അഥവാ ഇനി ഈ ബിൽഡിംഗ് കെട്ടിയിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇതും ഈ 50 ലക്ഷം രൂപയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിയതല്ല. ഈ സ്ഥലം ആരോ പഞ്ചായത്തിന് ദാനം നൽകിയതാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം എടുക്കുന്നതിന് വേണ്ടി ഒരു കിണർ കുഴിക്കുന്നതിന് ദാനമായിട്ട് കൊടുത്ത ഭൂമിയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് എത്ര രൂപ ചിലവായി കാണും? എന്തൊക്കെ ചിലവഴിച്ച് കാണും? ഈ 50 ലക്ഷം രൂപ എന്ത് ചെയ്തു? ഫണ്ട് എവിടെ? അതൊക്കെ ചോദിക്കാനുള്ളൊരു അവകാശം നമുക്കുണ്ട്. അതായത് നമ്മളൊരു ഇന്ത്യൻ പൗരനാണ്, നമ്മൾ ഈ പ്രദേശവാസിയാണ്, ഞങ്ങളുടെ പേരിലാണ് ആ ഫണ്ട് വരുത്തിയിരിക്കുന്നത്. കോളനിയുടെ വികസനം എന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഫണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് തോന്നിയത്. അപ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കാൻ ഒരു കോടതിയോ പോലീസോ വിജിലൻസ് വിഭാഗമോ ഒന്നും തയ്യാറാകാത്ത സ്ഥിതി കർമ്മ ന്യൂസെങ്കിലും വന്ന് ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു മനസ്സ് കാണിച്ചതിന് ഞാനൊരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പഞ്ചായത്തിൻ്റെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ട്രിബ്യൂണലിൻ്റെ ഒരു സ്റ്റേ ഓർഡർ നമുക്ക് തന്നത്. അതെല്ലാം അവർ വെക്കേറ്റ് ചെയ്തു. അതെല്ലാം അവരുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. പിന്നെ പഞ്ചായത്തിൽ തന്നെ നമ്മൾ ഒരു ചോദിച്ചപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനമായിട്ട് പഞ്ചായത്തിന് അറിയിപ്പും കിട്ടിയിട്ടില്ല. സാധാരണ ഒരു സർക്കാരിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വന്ന് AE വന്ന് സ്ഥലം സന്ദർശിക്കണം. ആ സ്ഥലം, ആ കെട്ടിടം ഇരിക്കാൻ അനുയോജ്യമാണോ? ഇതങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഇതിന് വ്യക്തമായിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ഇല്ല. ഇതിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നിർമ്മിതി എന്നാണ് ഇവർ കാണിച്ചിരുന്നത്. നിർമ്മിതിയുടെ PTP നഗർ ഓഫീസിൽ ചെന്നപ്പോൾ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് അവരെടുത്തിട്ടില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് ആരാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ്? ആരാണ് ഇത് ചെയ്യുന്നത്? ആരാണ് എഞ്ചിനീയർ? ഇതൊന്നുമില്ല. അവർ 5-6 പേര് വരുന്നു, പണിയുന്നു, പോകുന്നു. ഇത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗുണ്ടായുസവും മറ്റുള്ള കള്ളക്കേസിൽ പെടുത്താനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കണം എന്ന് തോന്നിയതും ഇതുപോലൊരു അഴിമതി ഇനി ഈ പ്രദേശത്ത് ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുന്നത്. കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശിൽ ഇവരെല്ലാം അവരുടെ ഒരു സ്വന്തം കൂര നിർമ്മിക്കാൻ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരാണിവർ. ഇവരറിയാതെ ഇവരുടെ പേരിൽ ഇവിടെ ഒരു പട്ടികജാതി കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പട്ടികജാതി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ വെറും 260 സ്ക്വയർ ഫീറ്റിൻ്റെ ഇത് മാത്രമുള്ള ഒരു കെട്ടിടത്തിന് വേണ്ടി ചിലവഴിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ് എന്നതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. എന്തായാലും ആ ചോദ്യത്തിന് സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകൂ. എന്ത് പറഞ്ഞാലും അതിനെ അടിച്ചമർത്തുന്ന കുറേ പോലീസുകാരെയും നിയമത്തിനെയും ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടൊന്നും ഒന്നും നടക്കില്ല. കാരണം ജനങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർ പ്രതികരിക്കാൻ തുടങ്ങിയാൽ സർക്കാർ എങ്ങും നിൽക്കില്ല.